everyone. CSIR NET Chemical Science ഈ ഒരു വർഷത്തില് നമുക്ക് സിലബസ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സിലബസ് ഏതാണ്, അതുപോലെ തന്നെ എന്താണ് ആ ചേഞ്ചസ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എക്സിസ്റ്റിംഗ് സിലബസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു സിലബസിൽ ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി, അഡ്വാൻസ്ഡ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ മെയിൻ ഹെഡിങ്ങുകളായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ഈ പുതിയതായിട്ട് വന്ന സിലബസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും പറയുന്നുണ്ട്. ഇപ്പോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഫസ്റ്റ് വൺ കെമിക്കൽ പീരിയോഡിസിറ്റി ആയിരുന്നു. രണ്ടാമത് കെമിക്കൽ ബോണ്ടിങ്, സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഇൻ ഹോമോ ആൻഡ് heteronuclear molecules including shapes of molecules, VSEPR theory ആണ്. Then concept of acids and bases, hard soft acid base concept, non-aqueous solvent. Then main group elements and their compounds, allotropy, synthesis, structure and bonding, industrial importance of the compounds, transition elements and coordination compounds, structure, bonding theories, spectral and magnetic properties, reaction mechanisms. Then inner transition elements ആണ് അടുത്ത ടോപ്പിക്. Spectral and magnetic properties, redox chemistry, analytical applications. Organometallic compound വരികയാണെങ്കിൽ synthesis, bonding and structure, reactivity, organometallics in homogeneous catalysis. Cages and metal clusters analytical chemistry separation, സ്പെക്ട്രോസ്കോപ്പി, അതായത് കേജസ് ആൻഡ് മെറ്റൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്നതാണ് സെപ്പറേഷൻ, സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോ ആൻഡ് തെർമോസ് അനലിറ്റിക്കൽ മെത്തേഡ്സ്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഫോട്ടോസിസ്റ്റംസ്, പോർഫൈറിൻസ്, മെറ്റാലോ എൻസൈംസ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്, നൈട്രജൻ ഫിക്സേഷൻ, മെറ്റൽ കോംപ്ലക്സസ് ഇൻ മെഡിസിൻ. അതുപോലെ ക്യാരക്ടറൈസേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ബൈ IR, രാമൻ, NMR, EPR, മോസ്ബെയർ, UV വിസിബിൾ, NQR, MS, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് മൈക്രോസ്കോപ്പിക് ടെക്നിക്സ്. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, റേഡിയോ അനലിറ്റിക്കൽ ടെക്നിക്സ് ആൻഡ് ആക്ടിവേഷൻ അനാലിസിസ്. ഇനി ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, അതിലെ പോസ്റ്റ്ലേറ്റ്സ്, അതുപോലെ പാർട്ടിക്കിൾ ഇൻ 1 dimensional ബോക്സ്, 2 dimensional ബോക്സ്, ദെൻ ഓർബിറ്റൽ ആൻഡ് സ്പിൻ, ആംഗുലാർ മൊമെന്റ്, ടണലിംഗ്, ഇതൊക്കെ വരുന്നുണ്ട്. ദെൻ അപ്രോക്സിമേഷൻ മെത്തേഡ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് സ്പെക്ട്രോസ്കോപ്പി, അതിലാണ് നമ്മുടെ ടേം സിമ്പിൾ, മെനി ഇലക്ട്രോൺ സിസ്റ്റം ആൻഡ് ആന്റി സിമെട്രി പ്രിൻസിപ്പിൾ. അതുപോലെ കെമിക്കൽ ബോണ്ടിങ് ഇൻ ഡയറ്റോമിക്സ്, elementary concept of molecular orbital and VB theories, Huckel theory for conjugated pi electron systems. അതുപോലെ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയിൽ എല്ലാം വരുന്നുണ്ട്. IR, രാമന്, റൊട്ടേഷണൽ, വൈബ്രേഷണൽ സ്പെക്ട്ര ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. ദെൻ കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ് അടുത്തത് വരുന്നത്. അതില് മാക്സ്വെൽ റിലേഷൻ, സ്പോണ്ടേനിയറ്റി, ലെ ഷാലിയർ പ്രിൻസിപ്പിൾ, അതുപോലെ ഫേസ് ട്രാൻസിഷൻ, ഫേസ് ഇക്വിലിബ്രിയ, ഫേസ് റൂൾ. Then statistical thermodynamics, Boltzmann distribution, kinetic theory of gases, partition functions and their relation to thermodynamic quantities. Electrochemistry ആണ് നെക്സ്റ്റ് മൊഡ്യൂൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ്. ദെൻ സർഫസ് കെമിസ്ട്രി. സർഫസ് കെമിസ്ട്രിയിൽ കൊളോയിഡ്സ് ആൻഡ് സർഫസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ തന്നെയാണ് കെറ്റാലിസിസും വരുന്നത്, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കെറ്റാലിസിസ്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ എന്താണ്? സോളിഡ് സ്റ്റേറ്റ്. അതുപോലെ പോളിമർ കെമിസ്ട്രി, ഡാറ്റ അനാലിസിസ്, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് എറേഴ്സ്, ലീനിയർ റിഗ്രഷൻ, കൊവാരിയൻസ് ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നെയിമിംഗ് ആണ്. IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് മോളിക്യൂൾ ഇൻക്ലൂഡിംഗ് റീജിയോ ആൻഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീരിയോ കെമിസ്ട്രി, aromaticity, organic reactive intermediates, organic reaction mechanism involving addition, elimination and substitution reactions, common named reactions and reagents, അതുപോലെ organic transformation and reagents. Then concepts in organic synthesis, asymmetric synthesis,
pericyclic reactions, synthesis and reactivity of common heterocyclic compounds containing one or two heteroatoms, chemistry of natural products, structural determination of organic compounds by IR, UV visible, proton NMR, C13 NMR and mass spectroscopic techniques. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ടോപ്പിക്സ് ആണ്. അതില് കെമിസ്ട്രി, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, കറ്റാലിസിസ് ആൻഡ് ഗ്രീൻ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി, സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി, ദെൻ എൻവിയോൺമെന്റൽ കെമിസ്ട്രി. ഇങ്ങനെ 5 മൊഡ്യൂൾ ആണ് ഇന്റർ ഡിസിപ്ലിനറി ടോപ്പിക്സിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇനി ഏതൊക്കെയാണ് ഈ പ്രൊപ്പോസ്ഡ് സിലബസ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കല് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഒന്നിച്ചൊരു സിലബസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് പ്രൊപ്പോസ്ഡ് സിലബസ്. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആണ്. അറ്റോമിക് സ്ട്രക്ചറിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടം കെമിസ്ട്രി, അതിൽ പോസ്റ്റ്ലേറ്റ്സ്, ഓപ്പറേറ്റർ ആൾജിബ്ര, എക്സാക്ട്ലി സോൾവ്ഡ് സിസ്റ്റംസ്, particle in a box, harmonic oscillator, rigid rotor and hydrogen atom, then shapes of atomic orbitals, orbital and spin angular momentum operators, tunneling, approximate methods of quantum mechanics, അതിൽ variational principle, first order perturbation, many electron system and ആന്റി സിമെട്രി പ്രിൻസിപ്പിൾസ്. അപ്പോ അറ്റോമിക് സ്ട്രക്ചറിലാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക് കൊടുത്തിട്ടുള്ളത്. ദെൻ മോളിക്കുലാർ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ്ങിലാണ് കെമിക്കൽ ബോണ്ടിങ് വരുന്നത്. അതിൽ എലമെന്ററി കോൺസെപ്റ്റ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് വാലൻസ് ബോണ്ട് തിയറീസ്, ബോൺ ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻ, ഹക്കൽ തിയറി ഫോർ കോൺജുഗേറ്റഡ് n ഇലക്ട്രോൺ സിസ്റ്റംസ്, valence bond theory, molecular orbital theory, heteronuclear diatomic molecules, polyatomic molecules, n is equal to 2 to n is equal to 4 വരെയുള്ളതാണ്, ionic bond, covalent bond and weak chemical forces. Then third module nomenclature, structure and isomerism of organic compounds ആണ്. organic compound നെയിമിങ് അതാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ നോമൻക്ലേച്ചർ, ഹൈബ്രിഡൈസേഷൻ, റെസൊണൻസ്, ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്, അരോമാറ്റിസിറ്റി ഇതിലാണ് വരുന്നത്. അതുപോലെ അസിഡിറ്റി, ബേസിസിറ്റി, സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, അതിൽ കാർബോകാറ്റോൺസ്, കാർബാനയോൺസ്, ഫ്രീ റാഡിക്കൽ, കാർബീൻസ്, ബെൻസൈൻസ് ആൻഡ് നൈട്രീൻസ്, ഇത്രയും റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് വരുന്നുണ്ട്. ദെൻ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം, അതിൽ സെന്റർ, ആക്സിയൽ, പ്ലാനാർ ആൻഡ് ഹെലിക്കൽ കൈറാലിറ്റി, കോൺഫിഗറേഷൻ ഡിസ്ക്രിപ്റ്റേഴ്സ്, ടോപ്പിസിറ്റി ആൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്, കൺഫോർമേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. ദെൻ ഫോർത്ത് വണ്ണിൽ ഗ്രൂപ്പ് തിയറി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി ആണ്. അതിൽ കെമിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് തിയറി, സിമെട്രി എലമെന്റ്സ്, പോയിന്റ് ഗ്രൂപ്പ്സ്, character table spectroscopy, term symbol, molecular spectroscopy, rotational, vibrational, Raman spectra, electronic spectra, basic principles of magnetic resonance, analytical techniques for inorganic compounds, adile UV visible spectroscopy, fluorescence spectroscopy, Fourier transform, infrared spectroscopy and Raman spectroscopy, അതുപോലെ NMR and ESR spectroscopy, mass spectrometry, then cyclic voltammetry, interpretive molecular spectroscopy, structure elucidation of organic compounds. അപ്പൊ ഇവിടെ തന്നെയാണ് സ്ട്രക്ചർ ഇലൂസിഡേഷനും പറഞ്ഞിട്ടുള്ളത് ഓർഗാനിക്കിന്റെ. അതായത് മൊത്തത്തില് നമ്മുടെ ഫിസിക്കല്, ഇനോർഗാനിക്, ഓർഗാനിക് അങ്ങനെ നമുക്ക് പറയാം. ഇനോർഗാനിക് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് മൊത്തത്തിൽ ഇതിൽ തന്നെ എല്ലാ സ്പെക്ട്രയും വരുന്നുണ്ട് അല്ലെ. Structural elucidation of organic compound using Fourier transform, infrared spectroscopy, ultraviolet visible, proton, C13, nuclear magnetic resonance and mass spectra, determination of configuration and conformation and probing reaction mechanisms. അപ്പൊ ഇത്രയും അതായത് സ്പെക്ട്രോസ്കോപ്പി എല്ലാം, പിന്നെ അതിൽ തന്നെ നമ്മൾ AFM അതൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ സെമ്മ്, ടെമ്മ് അതൊക്കെ ഇതിൽ വരും. ഈ ഒരു സിലബസിലാണ് ആ ഒരു ഏരിയകൾ മൊത്തം കവർ ചെയ്യുന്നത്. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ ഗ്രൂപ്പ് തിയറി ആൻഡ് സ്പെക്ട്രോസ്കോപ്പിയിലാണ് ഈ ഒരു സിലബസ് കൊടുത്തിട്ടുള്ളത്. Then chemical and statistical thermodynamics, law of thermodynamics, state and path functions and their applications, thermochemistry,
thermodynamic functions and their relationship, Maxwell's relation, spontaneity and equilibria, temperature and pressure dependence of thermodynamic quantities, Le Chatelier principle, phase transitions, phase equilibria and phase rule, thermodynamics of ideal and non-ideal gases and solutions, kinetic theory of gases, Boltzmann distribution, partition functions and their relation to thermodynamic quantities. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് അതുപോലെ തെർമോഡൈനാമിക്സ് അത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രിയില് നേൺസ്റ്റ് ഇക്വേഷൻ, റിഡോക്സ് സിസ്റ്റം, ഇലക്ട്രോകെമിക്കൽ സെൽ, ഡിബേ-ഹക്കൽ തിയറി, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്, കോൾഡ്-റാഷസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അയോണിക് ഇക്വിലിബ്രിയ, കണ്ടക്ടോമെട്രിക് ആൻഡ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് വരുന്നുണ്ട്. Then chemical kinetics and surface chemistry le empirical rate laws and complex reactions, steady state approximation, mechanism of complex reactions, collision and transition state theories of rate constants, potential energy surfaces, unimolecular reactions, temperature dependence of rate constant, enzyme kinetics, salt effects, homogeneous catalysis, photochemical reactions, fast reactions, nuclear reaction process, kinetics of polymerization and molecular weight determination of polymers. അപ്പോ പോളിമറും കൂടെ ഇവിടെയാണ് വരുന്നത്. അതും കൂടെ ഓർക്കുക. പോളിമർ ഈ ഒരു മൊഡ്യൂളിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെബിലിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്, ഐസോതേം ആൻഡ് സർഫസ് ഏരിയ, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. അപ്പൊ സർഫസ് കെമിസ്ട്രി അതുപോലെ തന്നെ കറ്റാലിസിസും ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. കെമിക്കൽ കൈനറ്റിക്സിലാണ് ആൻഡ് സർഫസ് കെമിസ്ട്രിയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, അടുത്ത മൊഡ്യൂൾ ഇനോർഗാനിക് ആണ്. എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്, അതില് പീരിയോഡിക് ട്രാൻസ്, ഹൈഡ്രൈഡ്, ഹാലൈഡ്, ഓക്സൈഡ്, ഓക്സോ ആസിഡ്സ്, നൈട്രൈഡ്, സൾഫൈഡ്സ്, ബോറൈൻസ്, കാർബോറൈൻസ്, സിലിക്കോൺ, സിലിക്കേറ്റ്സ്, ബോറോൺ നൈട്രേറ്റ്, ബോറസിൻ ആൻഡ് ഫോസ്ഫാസിൻസ്, allotropes of carbon, phosphorus and sulfur, noble gases, acids and bases, Lewis, Bronsted, hard and soft acids and bases, non-aqueous solvent system, liquid ammonia, liquid SO2, അതുപോലെ സൂപ്പർ ആസിഡ്സ്. ഓക്കെ, ലിക്വിഡ് SO2, സൂപ്പർ ആസിഡ്സ്, ഇതൊക്കെ ഈ ഒരു എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആസിഡും ബേസും ഈ ഒരു ചാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത്, ആസിഡ് ആൻഡ് ബേസസ്. ഇനി പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സില് സിന്തസിസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, അരീൻ, ആൽക്കഹോൾ, ഫീനോൾസ്, ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റേഴ്സ്, നൈട്രൈൽസ്, ഹാലൈഡ്സ്, നൈട്രോ കോമ്പൗണ്ട്, അമൈൻസ്, അമൈഡ്സ്, ഇത്രയും ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ റിയാക്ഷൻസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഇലക്ട്രോഫിലിക് ആൻഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ്, reagents for functional group interconversion, oxidation and reduction, pericyclic reactions, cycloaddition, electrocyclic, sigmatropic, kelotropic and group transfer reactions, stereochemical implication, photochemical reaction. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. പെരിസൈക്ലിക് റിയാക്ഷൻ, അതുപോലെ തന്നെ ഫോട്ടോ കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഫോട്ടോ കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈ ഒരു മൊഡ്യൂളിലാണ് കൊടുത്തിട്ടുള്ളത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് 9th മൊഡ്യൂളിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് അടുത്ത മൊഡ്യൂള്. അതിലായിരിക്കും നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ വരുന്നത്. അപ്പൊ ഇതിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് കോംപ്ലക്സസ്, സ്ട്രക്ചർ ആൻഡ് ഐസോമറൈസേഷൻ ഓഫ് കോംപ്ലക്സസ്, പീരിയോഡിക് ട്രെൻഡ്, സ്റ്റെബിലിറ്റി ഓഫ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, crystal field theory and molecular orbital theory of 4, 5, 6 coordinate complexes, energy level diagrams, CFSE, application of CFT, Yan-Teller distortion, metal bond compound, spectroscopy and magnetism, term symbol, selection rule, Orgel and Tanabe-Sugano diagram, spectrochemical series, Nephloxetic effect and Raka parameter, charge transfer spectra, magnetic properties, reaction mechanism, adile kinetic and thermodynamic stability, substitution, electron transfer process, photochemistry of RuBπY thrice, bipyridyl thrice അല്ലെ, and related complexes. അതുപോലെ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ലാന്തനൈഡ് കോൺട്രാക്ഷൻ, സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ്.
11th മൊഡ്യൂൾ ആയിട്ടാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുള്ളത്. സിന്തസിസ്, സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഓഫ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, മെറ്റൽ ആൽക്കൈൽ, കാർബീൻ, ആൽക്കൈലിഡിൻ ആൻഡ് ആൽക്കൈലിഡൈൻ, കാർബോണൈൽ, ആൽക്കീൻ ആൻഡ് അരീൻ കോംപ്ലക്സസ് ആൻഡ് മെറ്റലോസീൻസ്. അതുപോലെ ഫ്ലക്ഷിയോണാലിറ്റി ഇൻ ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സസ്, ഫണ്ടമെന്റൽ ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ്, ഹോമോജീനിയസ് കറ്റാലിസിസ്, ഹൈഡ്രോജനേഷൻ, ഹൈഡ്രോഫോർമൈലേഷൻ, അസറ്റിക് ആസിഡ് സിന്തസിസ്, metathesis, CX bond forming reactions and olefin oxidation, heterogeneous catalysis, Fischer-Tropsch reaction, Ziegler-Natta polymerization. അപ്പം ഇത്രയും കാര്യങ്ങൾ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് ഒക്കെ അതിന്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ദെൻ അടുത്ത മൊഡ്യൂൾ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. അതില് ഓക്സിജൻ, ഇവല്യൂഷൻ, ഫോട്ടോസിസ്റ്റം 2, കാരിയേഴ്സ്, ഹിമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഹീമെരിത്രിൻ, ഹീമോസയാനിൻ, activation, cytochrome P450, MMO and reduction, cytochrome C oxidize, electron transport, iron sulfur clusters, cytochromes, cofactors, hydrogenase and nitrogenase, zinc containing enzymes, solid state chemistry and inorganic materials, crystal system and lattices, X-ray crystallography, Miller planes, crystal packing, crystal defects, Bragg's law, ionic crystals, structures of AX, AX2, AB, X3 type compound, spinal, band theory, metals and semiconductors. ഇനി റിയാക്ഷൻ മെക്കാനിസം നോക്കുകയാണെങ്കിൽ അതിൽ മെക്കാനിസം ഓഫ് അഡീഷൻ, എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, കണ്ടൻസേഷൻ, കൺസേർട്ടഡ് റീഅറേഞ്ച്മെന്റ്, ഫ്രാഗ്മെന്റേഷൻ റിയാക്ഷൻസ്, അതുപോലെ ജനറേഷൻ ആൻഡ് റിയാക്ഷൻസ് ഓഫ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, കോമൺ നെയ്മഡ് റിയാക്ഷൻസ് ആൻഡ് ദിയർ മെക്കാനിസം, സെലക്ടിവിറ്റി, chemo, regio and stereo selectivity and stereo electronic effects, kinetic and thermodynamic control, methods for probing reaction mechanism, Hammond's postulate, reaction kinetics, Hammett equation, kinetic isotope effect, Curtin-Hammett principle. Then അടുത്തത് organic synthesis main group and transition metal based reagents, formation of carbon-carbon single and multiple bond, applications of named reactions, chemo, regio and stereo selective transformations, acid base catalysis, organocatalysis, transition metal catalyzed transformations, retrosynthesis, disconnection, synthons, linear, convergent, divergent, diverted and iterative synthesis, ambolong and protecting groups, asymmetric synthesis, methods of asymmetric induction substrate, auxiliary, reagent and catalyst controlled reactions, determination of enantiomeric and diastereomeric excess, resolution, kinetic, parallel and dynamic kinetic resolution, desymmetrization, specific examples of reactions, epoxidation, dihydroxylation, aldol, carbonyl, addition and hydrogenation reaction. അപ്പോൾ organical name reactions കൂടെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. Then heterocyclic chemistry synthesis and reactivity of common heterocyclic compound containing one or more heteroatoms. അത് നമ്മൾ മുന്നേ പറഞ്ഞ സിലബസിൽ ഉള്ളത് പോലെ തന്നെയാണ്. അതുപോലെ കെമിസ്ട്രി ഓഫ് heterocycle in biological system and pharmaceutical molecules, chemistry of biological molecules, structure, synthesis and reactions of amino acids, peptides, proteins, carbohydrates, fatty acids, nucleic acid and secondary metabolites, അതിലെ ടെർപീൻ, ആൽക്കലോയിഡ്, പോളികെറ്റൈഡ്സ്, സ്റ്റെറോയിഡ്സ്, നാച്ചുറൽ പ്രോഡക്ട്സ്. അപ്പൊ നാച്ചുറൽ പ്രോഡക്ട്സ് ഒക്കെ ഈ കെമിസ്ട്രി ഓഫ് ബയോളജിക്കൽ മോളിക്യൂൾസിലാണ് വരുന്നത്. ദെൻ ഡാറ്റ അനാലിസിസ് ആൻഡ് റെപ്രസെന്റേഷനിൽ പ്രിസിഷൻ ആൻഡ് ആക്യുറസി, സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് എറേഴ്സ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ, കോവാരിയൻസ് ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, linear, exponential, trigonometric and parabolic functions, graph. ഇത്രയാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് റെപ്രസെന്റേഷനിൽ വരുന്നത്. അപ്പോ ഇതിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോ ആദ്യത്തെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിലബസിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഓർഗാനിക്, ഇനോർഗാനിക് അല്ലെ, ഓർഗാനിക്, ഇനോർഗാനിക്, അതുപോലെ തന്നെ ഫിസിക്കല്
ഇങ്ങനെയാണ് എക്സിസ്റ്റിംഗ് സിലബസിൽ കൊടുത്തിരുന്നത് അല്ലെ, എക്സിസ്റ്റിംഗ് സിലബസിൽ കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോ പ്രൊപ്പോസ്ഡ് സിലബസിൽ അതെന്താണ്, മിക്സ് ചെയ്തിട്ടാണ്. പ്രൊപ്പോസ്ഡ് സിലബസിൽ അത് മിക്സിംഗ് ആണ്. ഓക്കെ, മിക്സിംഗ് ആണ്, ടോപ്പിക് മിക്സിംഗ് ആണ് അല്ലെ, ടോപ്പിക് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ മൊഡ്യൂളിനുള്ളിലും നമ്മളെ ഡിഫറെന്റ്, ഇപ്പൊ നമ്മൾ ഓർഗാനിക്കിൽ കണ്ടു അല്ലെ, റിയാക്ഷൻസ് പറഞ്ഞതിലാണ് പെരിസൈക്ലിക്, അതുപോലെ ഫോട്ടോ കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ വരുന്നത്. അതുപോലെ അരോമാറ്റിസിറ്റി ഒക്കെ എന്തിന്റെങ്കിലും ഉള്ളിൽ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അരോമാറ്റിസിറ്റിക്ക് എന്താണ്, എക്സാമിന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. അപ്പോ അതുപോലെയാണ് ഈ ഒരു പ്രപ്പോസ്ഡ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിന് പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ആദ്യത്തെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ടേമുകൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സിലബസിൽ നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസിൽ ഓരോന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതൊക്കെ എന്താണ്, രണ്ടാമത്തെ സിലബസ് വന്നപ്പോ അതിലും എന്താണ്, കൂടുതൽ വൈഡായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഓരോന്നും ഏതാണ് കറക്റ്റ് പഠിക്കേണ്ടത് എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രപ്പോസ്ഡ് സിലബസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓരോ മൊഡ്യൂളിലും എന്ത് വേണം. മറ്റേത് നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇത്ര ഒരു ടേം മാത്രം പറയും, ഒരു പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏത് പഠിക്കണം, എത്ര വരെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പൊ ഇതിലെന്താണ്, ഓരോ മൊഡ്യൂളിലും അത് എത്ര വരുന്നുണ്ട്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതാണ് ആ ഒരു സിലബസ് ചേഞ്ച്, ഏതാണ് പുതിയതായിട്ട് വരുന്നത്, അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഏതിൽ കൊടുത്തിട്ടുണ്ട്, പുതിയൊരു സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പ്രപ്പോസ്ഡ് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോ ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് സിലബസും പ്രപ്പോസ്ഡ് സിലബസും ഈ വരുന്ന കെമിക്കൽ സയൻസ് എക്സാമിന് വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.